പരുന്തുംപാറയിലേക്കാണ് പോകുന്നത്. അവിടെ റവന്യൂ സംഘം അവിടെ സ്ഥാപിച്ച കുരിശ് പൊളിച്ചു നീക്കുന്ന തകൃതിയായ പണിയിലാണിപ്പോൾ. അനധികൃതമായി നിർമ്മിച്ച റിസോർട്ട് പൊളിക്കാതിരിക്കാനാണ് ഈ ഉടമ കുരിശിൻ്റെ വഴി തേടിയത്. തൃക്കൊടിത്താനം സ്വദേശി സജി ജോസഫാണ് കുരിശ് നിർമ്മിച്ചത്. പക്ഷേ റവന്യൂ വകുപ്പ് കുരിശ് യഥാവിധം നീക്കം ചെയ്യാനുള്ള പണി തകർത്ത ചെയ്യുകയാണ്. അവിടെ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് തത്സമയം ചേരുന്നു. രാഹുൽ വിജയൻ, ഇപ്പോൾ നടക്കുന്ന പണി എന്താണ്? എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സജിത്ത് ജോസഫ് അവിടെ പണിത കുരിശ് റവന്യൂ രാഹുൽ അവിടേക്ക് പോവാണ്. പരുന്തുംപാറയിലേക്കുള്ള യാത്രയിലാണ് രാഹുൽ വിജയൻ. അല്പസമയത്തിനകം അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ആ കുരിശ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചു മാറ്റുകയാണ്. രാഹുൽ, പറയൂ, എന്തൊക്കെയാണ് അവിടെ? റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമൊന്നുമില്ലല്ലോ. കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി, അത് മറയ്ക്കാൻ വേണ്ടി ഒരു കുരിശ് വെച്ചതാണ്. അതുകൊണ്ട് അതെടുത്തു മാറ്റുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും റവന്യൂ വകുപ്പ് അവിടെ നേരിടുന്നില്ലല്ലോ, അല്ലേ? യാതൊരു തരത്തിലുള്ള തടസ്സവും നിലവിൽ നേരിടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷം ഞൊടിയിടയിൽ ഒരു നടപടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ റിസോർട്ടിനും അതുപോലെ തന്നെ ഈ കുരിശ് നിർമ്മാണത്തിനും ഉൾപ്പെടെ എല്ലാത്തിനും കളക്ടർ മാർച്ച് 2 സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. അതുൾപ്പെടെ ലംഘിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ ഒത്താശയോടുകൂടി പണിത കുരിശ് അത് പൂർണ്ണമായിട്ടും പണി പൂർത്തീകരിച്ചിരുന്നു. അത് ഇന്ന് രാവിലെ നമ്മൾ 24 വാർത്ത കൊടുക്കുകയും ചെയ്തതാണ്. പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റവന്യൂ സംഘമാണ് ഈ കുരിശ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് വരെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആരും പരിശോധനയ്ക്കോ കാര്യങ്ങളോ ഒന്നും വന്നിരുന്നില്ല. പെട്ടെന്ന് റവന്യൂ സംഘം തീരുമാനമെടുത്ത് ഞൊടിയിടയിൽ ഈ കുരിശ് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. റവന്യൂ ഭൂമിയിൽ തന്നെയാണ് ഈ കുരിശ് പണിതിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിസോർട്ടിന്റെ ഉടമസ്ഥനായിട്ട് നിലവിൽ ഉള്ള ഈ സജിത്ത് ജോസഫിനെതിരെ നടപടി എടുക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അനധികൃത നിർമ്മാണങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടി നിരോധനാജ്ഞ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. അത് ലംഘിച്ചുകൊണ്ട് ഈ കുരിശും അതുപോലെ തന്നെ റിസോർട്ടിന്റെ മറ്റു പ്രവർത്തനങ്ങളും അവിടെ നടന്നിരുന്നു. എന്തായാലും ഇയാൾക്കെതിരെ ക്രിമിനൽ കുറ്റം ഉൾപ്പെടെ എടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന് ഉണ്ടാകുമോ, അതിനുള്ള നിർദ്ദേശം റവന്യൂ വകുപ്പ് കൊടുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ ഈ കുരിശ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പിന്തുണ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ച കുരിശാണ് എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും ആ സ്ഥലത്തിന് ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ പൊളിച്ചു നീക്കൽ നിലവിൽ ഇപ്പോൾ ഈ നടക്കുന്നത്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. വേഗം അവിടെ എത്തിച്ചേരുക, സ്പോട്ടിൽ നിന്ന് ഒന്നുകൂടെ വിളിക്കുക. ഓക്കെ.